ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് അവർ യൂട്യൂബ് ചാനൽ. ഇറ്റ്സ് മീ കൃഷ്ണപ്രിയ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വ്ളോഗ് എന്ന് പറയുന്നത് നമ്മുടെ ഹംലയിലുള്ള അൽ ഇവാൻ മാളിലേക്ക് നമ്മൾ പോവുകയാണ്. ഓൾറെഡി നമ്മൾ ഒരു വട്ടം പോയിട്ടുണ്ടായിരുന്നു. അത് നൈറ്റ് ടൈം ആയിരുന്നു. നൈറ്റ് ടൈം ഭയങ്കര രസമാണ് അവിടെ കാണാൻ, ലൈറ്റിനിങ്ങും കാര്യങ്ങളും ഒക്കെ ആയിട്ട്. അതൊരു സൂപ്പർ എക്സ്പീരിയൻസ് ആയിരുന്നു. ഇപ്പോൾ നമ്മൾ പോകുന്നത് ഡേ ടൈമിലാണ്. സോ ഈ ഒരു എക്സ്പീരിയൻസ് എങ്ങനെ ഉണ്ടായിരിക്കും എന്ന് നമുക്ക് പോയി കാണാം. അപ്പോൾ നമുക്ക് പോയി റെഡി ആയിട്ട് അല്ലിവാൻ മാളിലേക്ക് പോവാം. സോ ഗൈസ്, നമ്മളപ്പോൾ എല്ലാവരും കൂടെ റെഡി ആയിട്ട് ഇറങ്ങിയിരിക്കുകയാണ്. വഴിയിൽ അത്ര ട്രാഫിക്കോ കാര്യങ്ങളോ ഒന്നും ഇല്ലാത്തത് കൊണ്ട് തന്നെ നമ്മൾ അല്ലിവാൻ മാളിൽ എത്തിയിരിക്കുകയാണ്. ഇതാണ് നമ്മുടെ മാളിൻ്റെ എൻട്രൻസ് എന്ന് പറയുന്നത്. നമ്മൾ ഇവിടെ എത്തുമ്പം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കാണുന്ന ഒരു മാള് പോലെ ഉള്ള ഒരു ആർക്കിടെക്റ്റോ കാര്യങ്ങളോ ഒന്നും അല്ല ഇവിടെ നമുക്ക് കാണാൻ പറ്റുന്നത്. നമ്മൾ വേറെ ഏതോ കൺട്രീസിൽ വന്ന ഏതോ ഒരു യൂറോപ്യൻ കൺട്രീസിൽ എത്തിയ ഒരു ഫീലാണ് നമുക്ക് ഈ ഒരു മാളിൽ നിന്ന് നമുക്ക് കിട്ടുന്നത്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ കൂടുതൽ ഡീറ്റെയിലിംഗ് ഒക്കെ കണ്ടിട്ട് വരാം. സോ ഗൈസ്, അപ്പോൾ നമ്മൾ വണ്ടിയൊക്കെ പാർക്ക് ചെയ്ത് പതിയെ മാളൊക്കെ ചുറ്റിക്കറങ്ങാൻ വേണ്ടിയിട്ട് ഇറങ്ങിയിരിക്കുകയാണ്. സെയിം ഇതും ഒരു മോഡേൺ ലൈഫ് സ്റ്റൈൽ ഡെസ്റ്റിനേഷൻ തന്നെയാണ് ബെഹറിലെ. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ കൂടുതലും ഷോപ്പിംഗ് മാളുകളും അതേപോലെ തന്നെ വെറൈറ്റി ആയിട്ടുള്ള ഡിഫറെൻറ്റ് കൺട്രീസിലെ ഫുഡൊക്കെ ഇവിടുന്ന് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റും എന്ന് കേട്ടിട്ടുണ്ട്. പക്ഷേ നമ്മളിതുവരെ ഇവിടുത്തെ ഫുഡോ കാര്യങ്ങളോ ഒന്നും ട്രൈ ചെയ്തിട്ടില്ല. നമ്മൾ നേരത്തെ വന്ന ടൈമിൽ ഇവിടെ നൈറ്റ് ടൈമായിരുന്നു. അപ്പോൾ ഭയങ്കര ലൈറ്റിനിങ്ങും കാര്യങ്ങളും ഒക്കെ ആയിട്ട് ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു പ്ലേസ് ആയിട്ടായിരുന്നു അന്ന് എനിക്ക് ഫീൽ ചെയ്തത്. ഇപ്പോഴും കാണാൻ നല്ല ഭംഗി തന്നെയാണ്. പക്ഷേ പേഴ്സണലി എനിക്ക് ഈ നൈറ്റ് ലൈറ്റിനിങ് ഒക്കെ കാണുന്നത് ഭയങ്കര ഇഷ്ടമായതുകൊണ്ട് എനിക്ക് കുറച്ചുകൂടി ഇഷ്ടപ്പെട്ടത് അന്ന് നൈറ്റ് വന്ന ടൈമിലായിരുന്നു. ഈ ഒരു പ്ലേസ് വരുന്നത് ഹംലയിലായതുകൊണ്ട് തന്നെ ഇവിടെ കൂടുതലും നമ്മൾ കാണുന്നത് സൗദി വണ്ടികളായിരിക്കും കേട്ടോ. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ സൗദിയിലേക്ക് പോകുന്ന കിങ് ഫഹദ് കോസ്വേക്ക് അടുത്ത് തന്നെയാണ് ഈ ഒരു മാള് വരുന്നത്. സോ അതുകൊണ്ട് തന്നെ ബെഹർനീസിനെ പോലെ തന്നെ സൗദി ആൾക്കാരും ഇവിടെ കൂടുതലായിട്ട് വന്ന് എൻജോയ് ചെയ്യുന്ന ഒരു പ്ലേസ് ആണ്. അപ്പോൾ നമുക്ക് ഇവിടെ വന്നു കഴിഞ്ഞാൽ സൗദി വണ്ടികളും സൗദിക്കാരെയും ഒക്കെ കൂടുതലായിട്ട് കാണാൻ പറ്റുന്ന ഒരു ഏരിയ കൂടിയാണ് നമ്മുടെ അൽ ഇവാൻ മാൾ എന്ന് പറയുന്നത്. ആക്ച്വലി ഈ ഒരു മാളിനകത്ത് തന്നെ ഒരു 100-ൽ കൂടുതൽ ബ്രാൻഡഡ് ഷോപ്പുകൾ വരുന്നുണ്ടെന്നാണ് പറയുന്നത്. നമുക്ക് പ്രത്യേകിച്ച് സാധനങ്ങളൊന്നും വാങ്ങാനില്ലെങ്കിൽ കൂടെ എന്താ പറയുക, ഇവിടെ വന്ന് കാഴ്ചകളൊക്കെ കണ്ട് ഇങ്ങനെ കറങ്ങി നടക്കാനൊക്കെ പറ്റുന്ന, കുറച്ച് ടൈം ഇവിടെ ഫാമിലിയുടെ കൂടെ വന്ന് സ്പെൻഡ് ചെയ്യാനൊക്കെ പറ്റുന്ന ഒരു അടിപൊളി സ്പോട്ട് തന്നെയാണ് നമ്മുടെ അല്ലിവാൻ മാൾ എന്ന് പറയുന്നത്. സോ അപ്പോൾ വീഡിയോസ് റീൽസ് ഒക്കെ ചെയ്യുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ ഇവിടെ നമുക്ക് വീഡിയോ നമ്മളുടെ ഫോട്ടോ ഒക്കെ ഷൂട്ട് ചെയ്യാനൊക്കെ പറ്റുന്ന അടിപൊളി പ്ലേസസ് ഉണ്ട്. സോ അപ്പം അങ്ങനെയൊക്കെ നോക്കുന്ന ആൾക്കാർ ബഹറിലുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒരു വട്ടമെങ്കിലും വന്ന് എക്സ്പീരിയൻസ് ചെയ്യേണ്ട ഒരു മാള് തന്നെയാണ് അല്ലിവാൻ മാൾ എന്ന് പറയുന്നത്. ആക്ച്വലി ഈ ഒരു മാളിൻ്റെ ആർക്കിടെക്ട് തന്നെ ഭയങ്കര ഡിഫറെൻ്റ് ആണ്. നമ്മളിവിടെ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് തോന്നുന്നത് നമ്മൾ വേറെ എവിടെയോ ഒരു യൂറോപ്യൻ കൺട്രീസിൽ എത്തിയ ഒരു ഫീലായിരിക്കും നമുക്ക് കിട്ടുന്നത്. സാധാരണ നമ്മൾ പൊതുവേ കാണുന്ന ഒരു മാള് പോലെ അല്ല ഇവിടുത്തെ ആർക്കിടെക്ട് എന്ന് പറയുന്നത്. അത് തന്നെ ഒരു ഡിഫറെൻറ്റ് ഫീലാണ് നമുക്ക് കിട്ടുന്നത്. ആക്ച്വലി ഈ ഒരു മാൾ എപ്പോഴും ഡേ ടൈമിലും അതേപോലെ തന്നെ നൈറ്റ് ടൈമിലും നമ്മൾ എക്സ്പീരിയൻസ് ചെയ്തിരിക്കേണ്ട ഒരു മാൾ തന്നെയാണ്. നമ്മൾ അന്ന് വന്ന ടൈമിൽ നൈറ്റ് ആയിരുന്നു. ആ സമയത്ത് ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിരുന്നു ഇവിടെ കാണാൻ. കംപ്ലീറ്റ് ലൈറ്റനിങ്ങും കാര്യങ്ങളും ഒക്കെ, അതുപോലെ തന്നെ ഇവിടുത്തെ വാട്ടർ ഫീച്ചേഴ്സൊക്കെ കാണുമ്പോൾ തന്നെ ഭയങ്കര ഒരു എന്താ പറയുക, ഒരു സ്വർഗ്ഗലോകത്ത് ചെന്ന ഒരു അവസ്ഥയൊക്കെ ആയിരുന്നു എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട ഒരു പ്ലേസ് ആയിരുന്നു അത്. സോ ഇതിപ്പോൾ നമ്മൾ ഡേ ടൈമിൽ വന്നുകൊണ്ട് അത്ര ലൈറ്റനിങ്ങോ കാര്യങ്ങളോ ഒന്നും നമുക്ക് കാണാൻ പറ്റില്ല. എങ്കിലും ഡേ ടൈമിൽ വന്ന ടൈമിലാണ് എനിക്ക് കുറച്ചുകൂടി ഇതൊരു യൂറോപ്യൻ കൺട്രീസിനെ പോലെ തോന്നിപ്പിച്ചത് കേട്ടോ. കാരണം നൈറ്റ് വന്നപ്പോൾ എനിക്ക് അത്രത്തോളം ആ ഒരു ഫീല് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. നൈറ്റ് വരുമ്പം നമുക്ക് വേറൊരു ഫീലാണ്. അതുപോലെ തന്നെ ഡേ ടൈമിൽ വരുമ്പോൾ
അത് വേറൊരു ഫീലാണ്. സോ 2 ടൈമിലും നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരു കിടിലൻ സ്പോട്ട് തന്നെയാണ് നമ്മുടെ അള്ളിവാൻ മാൾ എന്ന് പറയുന്നത്. ആക്ച്വലി ഞാൻ ഈ പ്ലേസസിലൊക്കെ വരുമ്പോൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കുന്നത് അമ്മയുടെ ഫേസ് തന്നെയാണ് കേട്ടോ. കാരണം അമ്മ ഈ കാര്യങ്ങളൊക്കെ എൻജോയ് ചെയ്യുന്നുണ്ടോ എന്നറിയുമ്പോൾ ഉണ്ടാകുന്ന നമ്മുടെ ഒരു സന്തോഷം ഉണ്ടല്ലോ. നമ്മളെല്ലാവരും നാട്ടിൻപുറത്തൊക്കെ ജീവിച്ച ആൾക്കാർ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ കാണുമ്പോൾ നമുക്ക് ഭയങ്കര എക്സൈറ്റ്മെൻറ്റും സന്തോഷവും ഒക്കെ ആയിരിക്കും. സോ അത് അമ്മയുടെ ഫേസിൽ നിന്ന് എനിക്ക് കിട്ടുമ്പോൾ ഉണ്ടാകുന്ന ഒരു സന്തോഷം അത് പറഞ്ഞറിയിക്കാൻ പറ്റില്ല. അത് ശരിക്കും വേറൊരു ഫീല് തന്നെയാണ് കേട്ടോ. സോ ഗൈസ്, അപ്പോൾ നമ്മൾ നമ്മുടെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു വാക്കിംഗ് എക്സ്പീരിയൻസ് ഒക്കെ കഴിഞ്ഞ് നമ്മളിപ്പോൾ തിരിച്ച് വീട്ടിലേക്ക് പോവുകയാണ്. സോ എല്ലാവരും കുറച്ചൊക്കെ ടയേർഡ് ആയിട്ടുണ്ട്. അപ്പോൾ പോകുന്ന വഴിക്ക് ജസ്റ്റ് ഒരു കോഫി കുടിച്ചിട്ട് നമ്മൾ വീട്ടിലേക്ക് പോവും. സോ ഗൈസ്, അപ്പോൾ നമ്മളൊരു കോഫി കുടിക്കാൻ വേണ്ടിയിട്ട് ഒരു കോഫി ഷോപ്പിൽ നിർത്തിയിട്ടുണ്ട്. എനിക്ക് കോഫിയും ടീയും ഒന്നും പറ്റാത്തത് കൊണ്ട് ഒരു ഗ്ലാസ് പാലും വെള്ളം അതുപോലെ തന്നെ ഒരു നെയ്യപ്പമാണ് ഞാൻ വാങ്ങിയത്. ഇനി നമ്മൾ ഇവിടുന്ന് പോകുന്നത് നമുക്ക് മാക്സിലൊന്ന് കയറണമായിരുന്നു. കുറച്ച് സാധനങ്ങൾ വാങ്ങിക്കാനുണ്ടായിരുന്നു. സോ നമ്മളുടെ പർച്ചേസിങ് ഒക്കെ കഴിഞ്ഞ് നമ്മൾ നേരെ വീട്ടിലെത്തിയിരിക്കുകയാണ്. ഭയങ്കരമായിട്ട് ടയേർഡായിട്ടുണ്ട്. അപ്പോൾ നമുക്ക് വേറൊരു വ്ളോഗിൽ വീണ്ടും കാണാം. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. താങ്ക് യു സോ മച്ച് ആൻഡ് കീപ് വാച്ചിങ്.